സർ, കേരളത്തിലെ സ്കൂളുകൾ പലതും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഞാൻ സംഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു സ്കൂള് തകർന്നു വീണു, കെട്ടിടം. അതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരും അവിടെ നടത്തിയ കുഴപ്പങ്ങൾ, അവിടെ ഉണ്ടാക്കിയ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഈ ആശുപത്രി കെട്ടിടങ്ങൾ, കോട്ടയത്ത് ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു. ഒരു നിസ്സഹായയായ, ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു വീട്ടമ്മ. എന്തുകൊണ്ടാണ് സാർ ഈ കേരളത്തിലെ ഈ ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്നത്? ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ? ഏറ്റവും അവസാനം തകർന്നത് കാർത്തികപ്പള്ളിയിലെ ഒരു UP സ്കൂളാണ്. അതെ, കായംകുളം. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാന ശ്രദ്ധ. ഒന്ന്, ആശുപത്രി കെട്ടിടങ്ങൾ അതീവ സുരക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് സ്കൂൾ കെട്ടിടങ്ങൾ. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, പൊതുജനാരോഗ്യം സംരക്ഷിക്കും. രണ്ട്, പൊതുവിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഇപ്പോൾ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടിലൂടെ ആയിരിക്കും പിണറായി വിജയൻ സർക്കാരിൻ്റെ പതനം സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായ മറ്റ് വിഷയങ്ങളല്ല, ഈ രണ്ട് വിഷയങ്ങൾ. പൊതുജനാരോഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഈ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ഉപയോഗിക്കുന്നതാണ് അത് ഭൂരിപക്ഷം ജനങ്ങളും സ്വകാര്യ മേഖലയല്ല അവർ സമീപിക്കുന്നത്. അവർക്ക് നമ്മൾ പോലും ഈ എന്താ പറയുക, മികച്ച ചികിത്സ കിട്ടാൻ സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളെയാണ് സമീപിക്കുന്നത്. കാര്യം എന്താ, പ്രഗത്ഭ ഡോക്ടർമാരുള്ളത്, അനുഭവ സമ്പത്തുള്ള മികച്ച ഡോക്ടർമാരുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. നമ്മളിപ്പോൾ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ ഡോക്ടറുടെ മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിൻ്റെ ഹാരിസ് പ്രഗത്ഭനായ ഡോക്ടറാണ്. അതുപോലെ എത്ര പ്രഗത്ഭന്മാരുണ്ടെന്നറിയാമോ? അപ്പോൾ അവർ ചികിത്സിക്കാൻ, നല്ല രീതിയിൽ ചികിത്സ നൽകാൻ റെഡിയാണ്. പക്ഷെ അവർക്ക് വേണ്ടതായ എക്യുപ്മെന്റ്സോ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് അവിടെ. ഇപ്പോൾ പൊതുവെ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് ഓരോ തകർച്ചയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഗവൺമെന്റ് സ്കൂളുകൾ എടുത്തു നോക്കിയാൽ നല്ല പ്രഗത്ഭരായ അധ്യാപകർ ഗവൺമെന്റ് സ്കൂളിലാണുള്ളത്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. അതിന്റെ നന്മ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ എൻ്റെ മക്കൾ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാണ്. നമ്മുടെ പഴയ IAS IPS ഒക്കെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പോയി സാറേ, ഒരുവിധപ്പെട്ട വലിയ റാങ്ക് വാങ്ങിച്ച് പാസ്സായി വന്നവർ പലരും ഗവൺമെന്റ് സ്കൂളിന്റെ പ്രോഡക്റ്റുകളാണ്. അവര് പ്രത്യേകം പറയുന്നുണ്ട്. ഈ D ബാബു പോൾ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ പഠിച്ചു വന്നവരാണ്. ഇപ്പോഴാണ് ഈ വലിയ CBSEയും വരേണ്യവർഗ സ്കൂളുകളൊക്കെ ഉണ്ടായത്. അത് അവര് ഈ പറഞ്ഞ സ്കൂളുകളിലൊന്നും തന്നെയുള്ള അധ്യാപക നിയമനം അതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളതാണ്. അല്ല സാർ, അതിന് യോഗ്യതയൊന്നും വേണമെന്നില്ല. ഒരു കാര്യം കൂടി അതിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ CBSE ICSE സ്കൂളുകൾ ഇവിടെ മുളച്ചു പൊങ്ങുന്നത് പ്രത്യേകിച്ചും ഈ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി എന്ന ഒരു പരസ്യവാചകത്തോടു കൂടിയാണ് ഇത് പൊങ്ങുന്നത്. ഈ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ചില കുറവുകൾ, ചില അപര്യാപ്തതകൾ ഒക്കെ അതിന് കാരണവുമായിട്ടുണ്ട്. അത് കാലോചിതമായി പരിഷ്കരിക്കാൻ സംസ്ഥാനം മാറി മാറി ഭരിച്ച സർക്കാരുകൾ ചില അമാന്തം കാണിച്ചു, അല്ലെങ്കിൽ ചില മെല്ലെപ്പോക്കുകൾ വരുത്തി എന്നുള്ളതും ഒരു സത്യമാണ്. ഇത് വേറൊരു കാരണം കൂടുണ്ട്. ഈ സർക്കാർ സ്കൂളിൽ നിന്ന് ഈ പറഞ്ഞ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക്, ഈ CBSE സ്കൂളുകളിലേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ വിട്ടതിൻ്റെ കാരണം, അതായത് അവിടെ കുട്ടികൾ കോട്ടും ടൈയും ഷൂ ഒക്കെ കെട്ടിയാണ് പോകുന്നത്. ഉണ്ടിൽ അല്പം ഇംഗ്ലീഷും വിരിയും. ഇതെല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുക. എൻ്റെ മക്കളും കോട്ടും ടൈയും ഷൂ ഒക്കെ ഇട്ട് പോകുന്ന കാണാൻ എല്ലാവരും ആഗ്രഹിക്കുക. അതിൽ നമുക്ക് അവരെ ഒന്നും തെറ്റു പറയേണ്ട കാര്യമില്ല. ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയതാണ്. ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ കയറി നോക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ ചട്ടത്തിനകത്ത് പറയുന്നുണ്ട്, ഒരു ക്ലാസ് റൂമിൻ്റെ വലിപ്പം എത്രയുണ്ടായിരിക്കണം, അതിന് ജനാലകൾ എത്രത്തോളം വേണം, എത്രത്തോളം വായുസഞ്ചാരം വേണം. അതെ, ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചൊരു കണക്കല്ല, ആണിത്. സൂര്യപ്രകാശം കിടക്കണം, കുട്ടികൾക്ക് സ്കൂൾ കളിക്കാനുള്ള ഗ്രൗണ്ട് വേണം, എത്ര വേണം, ഇതൊക്കെ കൃത്യമായി പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പറയണം. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള ഇടങ്ങൾ വേണം. അൺഎയ്ഡഡ് സ്കൂളിന്റെ പ്രത്യേകത എന്ന് അറിയാമോ?
പുറമേ വലിയ മോടി കാണിക്കും, അകത്തൊന്നുമില്ല, ഇടുങ്ങിയ ക്ലാസ് മുറികളായിരിക്കും. എന്തെങ്കിലും ഒരു അപകടം പിണഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികൾക്ക് ഓടി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള രീതിയിലാണ് അതിനകത്തെ നിർമ്മാണം. കാരണം ഇവിടെ പറയുന്നതിന് കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആ കണക്കിനകത്ത് അവർ 3 ക്ലാസ് റൂം തീർക്കും, എന്നിട്ട് കുട്ടികളെ അടുക്കി വെച്ചിരുത്തും. ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആണെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്, മാറ്റേണ്ട സമയത്ത് മാറ്റുന്നില്ല. ഇതിനാണ് എല്ലാ സ്കൂളുകളിലും PTA വേണമെന്ന് നിർബന്ധമാണ്. പേരന്റ് ടീച്ചർ അസോസിയേഷൻ നിർബന്ധമാണ്. ഇവരെല്ലാ മാസവും കൂടണം. ഈ സമിതി കൂടിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തണം. വെറുതെ വിലയിരുത്തി ചായയും പരിപ്പോടെയും കഴിച്ചിട്ട് പോയാൽ പോരാ. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ഈ പറഞ്ഞതുപോലെ അതിന് മോളിൽ കൂടെ ലൈൻ വലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് PTA-ക്കാരും കൂടിയായിരുന്നു ഇടപെടേണ്ടത്. HM-ന്റെ മണ്ടയ്ക്കല്ലേ അവിടെ തേവലക്കരയിലെ കഷ്ടമാണത്. അതെ, ഈ PTA-ക്കും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിനും ഉണ്ട് ഒക്കെ, അവർക്കൊക്കെയാണ് പങ്ക് കൂടുതൽ. അതൊരു HM-ന്റെ തലയ്ക്ക് മാത്രം വെച്ച് HM-ന് സ്കൂള് ഭരിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അധ്യാപകരുടെ വിഷയങ്ങളിൽ ഇടപെടുക, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഇതൊക്കെയാണ് HM-ന്റെ ജോലി. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കലല്ല HM-ന്റെ ജോലി. അടിസ്ഥാന സൗകര്യങ്ങളിൽ അപര്യാപ്തത ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, മാറ്റണമെന്ന് ആവശ്യപ്പെടാം, ഇതൊക്കെ HM-ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്തു കൊടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഭരണസമിതിയും PTA-യും ഒക്കെ മുൻകൈ എടുത്താണ്, സർക്കാരൊക്കെയാണ് അതിനകത്ത് ഇടപെടേണ്ടത്. ഈ തേവലക്കര വിഷയം ഉണ്ടായതിനു ശേഷം PTA ഭാഗത്തു നിന്നുള്ള ആരും ഒരഭിപ്രായം അവരെക്കുറിച്ചും അഭിപ്രായം പറയുന്നില്ലെന്നുള്ളതാണ്. അവർക്ക് നിർണായക പങ്കുണ്ട്. എല്ലാ സ്കൂളുകളിലും നിർബന്ധമാണ് PTA വേണമെന്നുള്ളത്. അത് CBSE-ക്ക് പോലും അത് റൂളുണ്ട്, ICSE-ക്ക് റൂളുണ്ട്, സ്റ്റേറ്റ് സിലബസിലുള്ള അത് റൂളാണ്. ഇത് മാത്രമല്ല, ഇപ്പം ഇതിനകത്ത് ഇത്രയും പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, ഈ PM ശ്രീ എന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ പദ്ധതി ഉണ്ട്. ഇത് കേരളം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒപ്പിടാതെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കാൻ, ഞാൻ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രമല്ല, സിലബസിൽ ഉൾപ്പെടെ ഈ വലിയ മാറ്റങ്ങൾ കാലോചിതമായിട്ട് വരുത്തേണ്ടതുണ്ട്. അതിന് ഈ കാലം മാറുന്നതിനനുസരിച്ച് സർക്കാരുകൾ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്, സംവിധാനം അതനുസരിച്ച് മാറ്റേണ്ടതുണ്ട്, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ വെറും രാഷ്ട്രീയം, വെറും തറ രാഷ്ട്രീയം പറഞ്ഞ് വോട്ടിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു തരത്തിലും ഞങ്ങൾ യോജിക്കില്ല, ഈ BJP സർക്കാരിനോട് ഞങ്ങൾക്ക് അയിത്തം ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇത്തരം പരിപാടികൾ. ഈ കോഴിക്കോട് നോർത്തിൽ നമ്മുടെ ഒരു MLA ഉണ്ടായിരുന്നു, പ്രദീപ് കുമാർ. അതെ, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അതെ, അദ്ദേഹം 2016 ജയിച്ചു കഴിഞ്ഞ് അവിടെ ആ മണ്ഡലത്തിൽ ഒരു സ്കൂള് എടുത്തു. ആ സ്കൂളിനെ ഹൈടെക് ആക്കി മാറ്റി. ആ സ്കൂളിനൊരു ചരിത്രമുണ്ട്. നടക്കാവ് സ്കൂളാണ്. നടക്കാവ് സ്കൂള് കുട്ടികളില്ലെന്നും കാലപ്പഴക്കമാണെന്നൊക്കെ പറഞ്ഞ ആ സ്കൂള് മൊത്തത്തിൽ ഡിമോളിഷ് ചെയ്യാനായിട്ട് കുട്ടികളെയൊക്കെ വേറൊരു സ്കൂളിലേക്ക് മാറ്റിയിട്ട്, ഉള്ള കുട്ടികളെ മാറ്റിയിട്ട് ആ സ്കൂള് മൊത്തത്തിൽ തകർക്കാൻ, എന്നിട്ട് ആ സ്ഥലം വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറാൻ നിന്നതാണ് സർക്കാർ. കോഴിക്കോട് പട്ടണത്തിനകത്താണ്. അവിടെയാണ് ഈ MLA-യുടെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായതും അദ്ദേഹം ആ സ്കൂള് നിലനിർത്തുകയും അതിൻ്റെ കെട്ടിടം പുതുക്കി പണിയുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ ആ സ്കൂള് വലിയ കുട്ടികള്, അതെ, എണ്ണവും കൂടി കോട്ടൊക്കെ ഇട്ട് ഹൈടെക് സ്കൂളായി മാറി. ഇതിലൂടെയാണ്, ആ ഒറ്റ സ്കൂളിലൂടെയാണ് പ്രദീപ് കുമാർ കേരളം മുഴുവൻ അറിയപ്പെട്ടത്. അതെ, 2021 അദ്ദേഹത്തിന് സീറ്റൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യമല്ല. അത് വേറെ ചില രാഷ്ട്രീയത്തിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് നാണം കെടുത്തി, അതുമൊക്കെ പാർട്ടിക്കാർ ചെയ്യും. അത് രാഷ്ട്രീയ നീക്കം. പക്ഷേ ഇത് മുഴുവൻ മറ്റു മണ്ഡലങ്ങളിൽ കൂടി മാതൃകയാക്കണമായിരുന്നു. പിണറായി വിജയൻ 2016 വന്നപ്പോൾ പറഞ്ഞു 140 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഹൈടെക് 140 സ്കൂളുകളായിട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഉള്ളതിനെ ഇവരെന്താ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടത്തും വലിയ മതിൽക്കെട്ടുമൊക്കെ കാണിച്ചു വെച്ചു. പുറമേ നോക്കുമ്പോൾ, അതാണ് ശിവൻകുട്ടി പറഞ്ഞത്, 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് സംശയം തോന്നുന്നു. അതെ, അകത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും പൊട്ടിപ്പൊളിഞ്ഞ് ജീർണാവസ്ഥയിലാണ്. അവർക്ക് വേണ്ട തരത്തിലുള്ള ശുചിമുറിയില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ കൂടാണ് ഈ വീഴാറായി നിൽക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ മലയോര മേഖലകളിലൊക്കെയുള്ള സ്കൂളുകൾ ഈ PTA-ക്കാരും മാനേജ്മെൻറ്റും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമുക്കറിയാം ഈ വന്യമൃഗശല്യമുണ്ട്.
അല്ല, ഇഴജന്തുക്കളൊക്കെ. അതുപോലെ ഇപ്പൊ കേരളം നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് ഈ ഉരുൾപൊട്ടൽ, ആ ഈ ഇതൊക്കെ. പ്രകൃതി ദുരന്തങ്ങൾ. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഉണ്ടാകാവുന്ന സാഹചര്യമാണ്. വയനാട്ടിൽ നമ്മൾ ചൂരൽമലയിൽ നമ്മൾ കണ്ടാണ് ഒരു സ്കൂള് തന്നെ ഒഴുകി പോയി. വയനാട്ടിലൊരു പിന്നെ സ്കൂളിലൊരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം. മരിച്ചു. അതിനുശേഷമാണല്ലോ ഈ ഇപ്പം അവസാനം വന്നിട്ടുണ്ടായിരിക്കുന്ന മിഥുന്റെ പഠനം. കാലോചിതമായ ജീർണോദ്ധാരണം നടക്കുന്നില്ല. അത് സ്കൂളുകളുടെ കാര്യത്തിലുമില്ല, ആശുപത്രികളുടെ കാര്യത്തിലും. ഇത് രണ്ടുമാണ് ഏറ്റവും ഇത് രണ്ടും പൊതുജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ രണ്ടിടത്തും സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.